നമസ്കാരം. കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ കുടുംബവിളക്കിൽ എന്തായാലും സിദ്ധുവിൻ്റെ വരവ് സീരിയലാകെ മാറി മറിയും എന്നുള്ളത് കാര്യം ഉറപ്പാണ്. കാരണം സിദ്ധു ആദ്യം തൻ്റെ രഞ്ജിതയെ കാണാൻ വന്നിരിക്കുകയാണ്. അവിടെ വന്ന് രോഹിത്തിൻ്റെ കഥകളെല്ലാം, കാരണം രോഹിത്തിൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. അതായത് സുമിത്രയെ കാണാനാണ് സിദ്ധു വന്നത്. പക്ഷെ അവിടെ കണ്ടത് രഞ്ജിതയും കൂട്ടുകാരായിരുന്നു. അതുകൊണ്ട് അരവിന്ദൻ കള്ളമൊക്കെ പറഞ്ഞ് രോഹിത് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് സുമിത്ര അപകടത്തിൽ മരിച്ചു എന്നൊക്കെ പറഞ്ഞ് സിദ്ധുവിനെ പറഞ്ഞയക്കുകയാണ്. പക്ഷെ ആ സൗണ്ട് സരസ്വതി അമ്മ മനസ്സിലാക്കുകയാണ്. എന്തായാലും അരവിന്ദനെ കുടയുമ്പോൾ അരവിന്ദൻ പറയുന്നുണ്ട് സിദ്ധു ആണെന്നൊക്കെ പറയുന്നുണ്ട്. അതോടുകൂടി തകർന്നു പോവുകയാണ് സരസ്വതി അമ്മ. കാരണം തൻ്റെ മകൻ ഇത്രയും നാൾ ഒരു നോക്ക് കാണാൻ കൊതിച്ചിരുന്നിട്ട് പടിവാതിക്കൽ വന്നു നിന്നിട്ട് കാണാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമം സരസ്വതി അമ്മ ഇങ്ങനെ വല്ലാതെ പൊട്ടിക്കരയുകയാണ്. അത് സുമിത്ര വന്ന ഉടനെ സുമിത്രയോട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സുമിത്രയ്ക്ക് ഇത്ര നാൾ ഇത് എവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നാൽ എന്താ പറ്റി എന്താ അറിയാനുള്ള ഒരു ആകാംക്ഷ വന്നിട്ട് പിന്നെ ഞാൻ അങ്ങേരുടെ ആരും അല്ലല്ലോ, ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആണല്ലോ, എന്നാൽ പിന്നെ കാണണ്ട എന്ന് പറയണം. പക്ഷേ സരസ്വതി അമ്മ പറയുന്നുണ്ട് നീ എനിക്ക് വേണ്ടി അവനെ കണ്ടെത്തണം, കാണണം എന്നൊക്കെ. പക്ഷെ സിദ്ധു നേരെ പോയത് അനിരുദ്ധിനെ കാണാനാണ്. അപ്പോൾ അനിരുദ്ധിനെ ഇനി കാണുമ്പോൾ അനിരുദ്ധ എന്തായാലും ഇത്രയും നാളും ചെയ്ത ചതി, അമ്മ മരിച്ചതോടുകൂടി അമ്മയെ ദ്രോഹിച്ചവർക്കെല്ലാം ഭയങ്കര ദേഷ്യമായിട്ടാണ് അനിരുദ്ധ് കാണുന്നത്. അതുകൊണ്ടാണ് മുത്തശ്ശിയെ പോലും കാണാൻ കൂട്ടാക്കാത്തത്. എന്തായാലും അനിരുദ്ധ് മുത്തശ്ശീനെ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഈ സുമിത്രയുടെ വിവരമൊക്കെ അറിയുമായിരുന്നു. എന്തായാലും ശീതളിൻ്റെ ജീവിതത്തിൽ വളരെ ഒരു തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത്. സച്ചിയുടെ എല്ലാ ക്രൂരതകളും സുമിത്ര കണ്ടെത്തിയിരിക്കുന്നു. അത് ശീതളിനോട് പറയുകയും ശീതളിനെ കുറിച്ച് അന്വേഷിക്കാൻ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി പുറത്തു പറഞ്ഞു. എന്തായാലും സിദ്ധു എത്തിയത് വൻ മാറ്റങ്ങളിലൂടെയാണ് ഇനി കുടുംബവിളക്ക് പോകാൻ പോകുന്നത്. കാരണം സുമിത്രയ്ക്ക് ഇനി ശരികളിലൂടെ അല്ലെങ്കിൽ കണ്ടുപിടിക്കേണ്ട രഹസ്യങ്ങളെല്ലാം കൈ പിടിച്ച് നയിക്കാൻ ഇനി സിദ്ധു ഉണ്ടാവും. അത് സുമിത്രയുടെ ഒരു ബലം കൂടിയാണ്. കാരണം രഞ്ജിതയ്ക്കും ആയിക്കോട്ടെ, അരവിന്ദ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പരമശിവത്തിനായിക്കോട്ടെ, ഇവർക്കെല്ലാം ഒരു തിരിച്ചടിയായിട്ടാണ് ഇനി കുടുംബവിളക്ക് മാറാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.